അന്ന് എനിക്ക് 3500 രൂപയായിരുന്നു സഭ തന്നോട്ടിരുന്നത്. അപ്പോൾ സഭാ ചാർജ് വിട്ടപ്പോഴത്തേന് പിന്നെ എനിക്കില്ല, വരുമാനമില്ല. അപ്പം ഗൾഫിലുള്ള ഒരു ആൾ പറഞ്ഞു, പാസ്റ്ററെ ആ 3500 രൂപ ഞാൻ ഗൾഫിലുള്ളിടത്തോളം കാലം പാസ്റ്റർക്ക് തരാം, ഒരു വർഷത്തേക്കുള്ള ചെക്കും തന്നു. ഞാൻ ഓർത്തു ദൈവത്തിൻ്റെ കരുതലാണ്. പക്ഷേ പിറ്റേ വർഷം മുതൽ ആ മനുഷ്യൻ മറന്നു. പിന്നെ ഒരു വരുമാനമില്ലാതായി. ഞാൻ വളരെ ബുദ്ധിമുട്ടി. കാരണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം, എൻ്റെ കാര്യങ്ങൾ നടക്കണം. അപ്പം ഗിൽഗാലിൽ നിന്നൊരു അങ്ങനൊരു സാലറി വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു. കാരണം നമ്മൾ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയായിരുന്നു. അങ്ങനെയാണ് കൃഷി എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ഞാൻ ഇറങ്ങിയത്. പൗലോസ് പറഞ്ഞതുപോലെ സ്വന്തം കൈ കൊണ്ട് അധ്വാനിക്കണം, കർത്താവിൻ്റെ ശുശ്രൂഷയും ചെയ്യണം, ഗിൽഗാലിൻ്റെ ശുശ്രൂഷയും ചെയ്യണം. പക്ഷേ കൃഷി ഒരു പാഷനായിട്ട് മാറി. അതിൽ കൂടി ദൈവം എനിക്ക് നേരത്തെ കൃഷി ചെയ്യുമായിരുന്നു. എനിക്കൊരു പരിചയവും ഇല്ലായിരുന്നു. ഞാൻ സഭാ ചാർജിൽ ഒരു ചെടി പോലും നട്ടിട്ടില്ല. എന്നാൽ കൃഷിയിലേക്ക് വന്നപ്പോൾ എനിക്ക് എന്താണെന്നറിയത്തില്ല, ദൈവം എനിക്ക് ഇൻട്രസ്റ്റ് തന്നു. പുതിയ മെത്തേഡിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2021 കേരള സ്റ്റേറ്റിൻ്റെ അവാർഡ് എനിക്ക് ലഭിച്ചു. മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡ് വരെ ലഭിച്ചു. ഇന്നും എൻ്റെ വരുമാനം കൃഷിയാണ്. അതിൽ കൂടിയാണ് എൻ്റെ ചില്ലറ കാര്യങ്ങൾ നടക്കുന്നത്. ഗിൽഗാൽ ഞാനൊരു ഭാരമല്ല. എനിക്ക് ഗിൽഗാലൊന്നും തരേണ്ടി വരുന്നില്ല. അങ്ങനെ എൻ്റെ ചിലവ് ഗിൽഗാൽ വഹിക്കേണ്ടി വരുന്നില്ല.